പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സെക്കൻഡ് സെമസ്റ്ററിലെ കോർ പേപ്പറായിട്ടുള്ള മാക്രോ എക്കണോമിക്സ് 1, അതിൽ മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സിൽ നമ്മൾ ആദ്യത്തെ 2 പാർട്ട് വീഡിയോ ചെയ്തിരുന്നു. ഇത് മൂന്നാമത്തെ പാർട്ട് വീഡിയോ, നാഷണൽ ഇൻകം കോൺസെപ്റ്റ്. ആബിദ് ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യം നമ്മൾ എന്താണ് നാഷണൽ ഇൻകം? ഇറ്റ് ഈസ് ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് ആൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് ഓർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഇയർ. ഒരു വർഷത്തിനകത്ത് ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മണി വാല്യൂവിൻ്റെ ടോട്ടലിനെ എന്ത് പറയുക? നാഷണൽ ഇൻകം. ദ വാല്യൂ ഓഫ് ടോട്ടൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് വിൽ ബി ഈക്വൽ ടു ദ ടോട്ടൽ ഇൻകം ജനറേറ്റഡ് ഇൻ ദ എക്കോണമി ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. ദ വാല്യൂ ഓഫ് ടോട്ടൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് എന്തായിരിക്കും? ഇതിനോട് ഈക്വൽ ആയിരിക്കും ടോട്ടൽ ഇൻകം ജനറേറ്റഡ് ഇൻ ദ എക്കോണമി ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. സൈമൺ ഗുസ്നെറ്റ് പറയുന്നത് ദ നെറ്റ് ഔട്ട്പുട്ട് ഓഫ് കമോഡിറ്റി ആൻഡ് സർവീസ് ഫ്ലോയിങ് ഡ്യൂറിങ് ദ ഇയർ ഫ്രം കൺട്രീസ് പ്രൊഡക്റ്റീവ് സിസ്റ്റം ടു ഹാൻഡ് ദ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്. നമ്മൾ നാഷണൽ ഇൻകം കോൺസെപ്റ്റ് നോക്കുന്നതിന് മുമ്പ് എന്താണ് ക്ലോസ്ഡ് എക്കോണമി നോക്കണം, എന്താണ് ഓപ്പൺ എക്കോണമി നോക്കണം. ക്ലോസ്ഡ് എക്കോണമി പറഞ്ഞാൽ നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡ് ഇല്ലാത്ത, ദർ ഈസ് നോ ഇൻ്റർനാഷണൽ ട്രേഡ്. അവർ സ്വന്തമായിട്ട് അവർക്ക് വേണ്ടത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവർ ഐസൊലേറ്റ് ചെയ്തിട്ട് നിൽക്കുന്നു. അവരുടെ രാജ്യത്തിനകത്തായിരിക്കും എല്ലാ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ എല്ലാ ഇതുണ്ടാവുക. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഒക്കെ രാജ്യത്തിനകത്ത്, പുറത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. ഡസ് നോട്ട് എൻഗേജ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. ഓപ്പൺ എക്കോണമി പറഞ്ഞാൽ ആക്റ്റീവ്ലി എൻഗേജ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ആക്റ്റീവായിട്ട് ഇൻ്റർനാഷണൽ ട്രേഡിലും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിലും ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യും. ഇറ്റ് കണ്ടക്ട് കൊമേഴ്സ് വിത്ത് അതർ നാഷണൽ കൊമേഴ്സ് ഉണ്ടാവും. അതേപോലെ ഫൈനൽ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഉണ്ടാവും, ക്യാപിറ്റൽ ഉണ്ടാവും. എല്ലാം ബോർഡർ കടന്നുകൊണ്ട് മൂവ് ചെയ്യും. ഓക്കെ, അടുത്തത് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആൻഡ് ഫൈനൽ ഗുഡ്സ്. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന ഗുഡ്സ് യൂസ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഓഫ് അതർ ഗുഡ്സ്. മറ്റു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ഗുഡ്സിനെ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയും. ഇത് ഫൈനൽ കൺസംഷന് യൂസ് ചെയ്യുന്നില്ല, ബട്ട് റദർ ദേ ആർ യൂസ്ഡ് ഇൻ ഇൻപുട്ട് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്ന ഇൻപുട്ടിന് എന്ത് പറയുക? ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയാം. ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾസോ നോൺ ആസ് കൺസ്യൂമർ ഗുഡ്സ് ആർ ഗുഡ്സ് ആർ ദാറ്റ് ആർ പർച്ചേസ്ഡ് ബൈ എൻഡ് കൺസ്യൂമർ ഫോർ പേഴ്സണൽ യൂസ് ഓഫ് ഓർ കൺസംഷൻ. പേഴ്സണൽ യൂസിനോ കൺസംഷന് യൂസ് ചെയ്യുന്ന ഗുഡ്സിനെ എന്ത് പറയുന്നത്? ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ഉണ്ട്. എന്താ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്? ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ആർ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ഗവൺമെൻറ് ടു ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്സ് ഓർ അതർ ലെവൽ ഓഫ് ഗവൺമെൻറ് വിത്തൗട്ട് ദ എക്സ്പെക്ടേഷൻ ഓഫ് റിസീവിങ് ഗുഡ് ഓർ സർവീസ് ഡയറക്റ്റ്ലി റിട്ടേൺ പ്രതീക്ഷിക്കാതെ ഗവൺമെൻറ് ഇൻഡിവിജ്വലിനോ ഗ്രൂപ്പിനോ നൽകുന്ന ഇതുണ്ടാവില്ല, പേയ്മെൻറ്റിനെ എന്ത് പറയുന്നത്? ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് പറയും. ദിസ് പേയ്മെൻറ്റ് ആർ നോട്ട് മെയ്ഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ എനി സ്പെസിഫിക് എക്കണോമിക് ആക്ടിവിറ്റി ഓർ പ്രൊഡക്റ്റീവ് സർവീസ്. അപ്പോൾ സബ്സിഡി നൽകുക, ഇതൊക്കെ എന്താണ്? ട്രാൻസ്ഫർ പേയ്മെൻറ്റ്. ഗവൺമെൻറ് ഒരു എക്സ്ചേഞ്ച് നടത്താതെ ഗവൺമെൻറ് എന്ത് ചെയ്യുക? ഇൻഡിവിജ്വലിനോ ഗ്രൂപ്പിനോ മറ്റു അതർ ലെവൽ ഓഫ് ഗവൺമെൻറ്റിന് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ, ഡയറക്റ്റ് റിട്ടേൺ ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കുന്ന പേയ്മെൻറ്റിന് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി പറയുന്നതാണ് നാഷണൽ ഇൻകം കോൺസെപ്റ്റുകൾ. ഒന്നാമത്തെ GNP എന്ന് പറഞ്ഞാൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. It is the market value of all final goods and service produced by domestically owned factories of production during 1 year period. Part of the GNP is produced abroad. For example, the income earned by an Indian working in New York is part of India's GNP. GNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ് ബൈ ഡൊമസ്റ്റിക്കലി ഓൺഡ് ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ. ഡൊമസ്റ്റിക്കലി ഓൺഡ് ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും മാർക്കറ്റ് വാല്യൂവിനെ എന്ത് പറയുക? GNP എന്ന് പറയുന്നത്. പാർട്ട് ഓഫ് GNP പ്രൊഡ്യൂസ്ഡ് അബ്രോഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയുടെ GNPയുടെ പാർട്ടാണ്. ഒരു ഇന്ത്യക്കാരൻ ന്യൂയോർക്കിൽ വർക്ക് ചെയ്യുകയാണ്, എന്നിട്ട് അദ്ദേഹം ഏൺ ചെയ്യുന്ന ഇൻകം എന്താണ്? GNP ആണ്. നോമിനൽ GNP ആൻഡ് റിയൽ GNP. നോമിനൽ GNP is the market value of all final goods and service measured in current year price. കറണ്ട് ഇയർ പ്രൈസിൻ്റെ ബേസിൽ മെഷർ ചെയ്തുകൊണ്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മാർക്കറ്റ് വാല്യൂവിനെ എന്ന് പറയാം നോമിനൽ എന്നാൽ GNP എന്ന് പറയുന്ന GNP കറണ്ട് ഇയർ പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ മെഷർ ചെയ്യുന്നതിനെ നോമിനൽ GNP എന്ന് പറയുന്നത്. റിയൽ GNP എന്ന് പറയുന്നത് GNP മെഷർ ചെയ്യുന്നത് ബേസ് ഇയർ പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിനെ റിയൽ GNP എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇയർ പ്രൈസിൻ്റെ ബേസിൽ നമ്മൾ എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ എടുക്കുകയാണെങ്കിൽ അതിനെ നോമിനൽ എന്ന് പറയും. നമ്മൾ ഒരു ബേസ് ഇയറിലെ പ്രൈസ് എടുക്കും, ഒരു മുൻപുള്ള ഏതെങ്കിലും വർഷത്തെ പ്രൈസ് എടുത്തിട്ട് എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ മെഷർ ചെയ്യുകയാണെങ്കിൽ റിയൽ GNP എന്ന് പറയും. ഇനി ആക്ച്വൽ GNP ഉണ്ട്, പൊട്ടൻഷ്യൽ GNP ഉണ്ട്. ആക്ച്വൽ GNP എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഒരു വർഷത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് മാർക്കറ്റ് വാല്യൂ മെഷർ ചെയ്യുന്ന ആക്ച്വൽ GNP എന്ന് പറയുന്നത്. ഈ ആക്ച്വൽ GNP എന്തായിരിക്കും? പൊട്ടൻഷ്യൽ GNPനെ കാട്ടി കുറവായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് പൊട്ടൻഷ്യൽ GNP പറഞ്ഞാൽ ഒരു രാജ്യത്തെ ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് എക്കണോമിക് റിസോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു രാജ്യത്തിന് ഒരു വർഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും മാർക്കറ്റ് വാല്യൂവിനെ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ GNP. പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ രാജ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നതിനെയാണ് പറയുന്നത്. പക്ഷേ അത്ര തന്നെ ആക്ച്വലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ആക്ച്വൽ GNP പൊട്ടൻഷ്യൽ GNPനെ കാട്ടിലും കുറവായിരിക്കും.
ജി എൻ പി ഗ്യാപ്പ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ജി എൻ പി മൈനസ് ആക്ച്വൽ ജി എൻ പി. പൊട്ടൻഷ്യൽ ജി എൻ പിയിൽ നിന്ന് ആക്ച്വൽ ജി എൻ പി കുറക്കുന്നതാണ് എന്ത് ജി എൻ പി ഗ്യാപ്പ്. രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നതിൽ നിന്ന് എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്യാതെ കുറക്കുന്നതാണ് ജി എൻ പി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇനി നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ഈസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ആൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എൻ എക്കോണമി ഡ്യൂറിങ് 1 ഇയർ എക്സ്ക്ലൂഡിംഗ് ഡിപ്രീസിയേഷൻ ഒഴിവാക്കിക്കൊണ്ട് രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും ടോട്ടൽ വാല്യൂവിനെ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് മാർക്കറ്റ് വാല്യൂവിനെ എന്താ പറയുക NNP എന്ന് പറയുന്നത്. NNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NNP ഈസ് ഈക്വൽ ടു GNP മൈനസ് ഡിപ്രീസിയേഷൻ. GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചത്. ഓക്കെ, GNPയിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചത്. എന്താ ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ ഇസ് ദ റിഡക്ഷൻ ഓഫ് വാല്യൂ ഓഫ് ഗുഡ്സ് ക്യാപിറ്റൽ ഗുഡ്സ് ഓവർ ടൈം ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ ഓഫ് ഓർ ഒബ്സലസൻസ്. ഇറ്റ് ഈസ് ഡിഡക്ഷൻ ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. NNP പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ NNP മെഷർ ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ ഒഴിവാക്കിയിട്ടാണ് NNP മെഷർ ചെയ്യുക. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, ഓരോ വർഷത്തിൽ എന്തുണ്ടാവും, അതിൻ്റെ വിയർ ആൻഡ് ടിയറിൻ്റെ ഭാഗമായിട്ട് ഓവർ ടൈം പീരീഡിൻ്റെ ഭാഗമായിട്ട് അതിൽ ഒരു റിഡക്ഷൻ ഉണ്ടാവും. ഏതൊരു ക്യാപിറ്റൽ ഗുഡ്സിനും ഒരു റിഡക്ഷൻ ഉണ്ടാവും. അതിനെ എന്താ പറയുക, ഡിപ്രീസിയേഷൻ എന്ന് പറയും. GDP എന്ന് പറയുന്നത് GDP ഇസ് ദ മണി വാല്യൂ ഓഫ് ആൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് നാഷൻ. രാജ്യത്തിൻ്റെ ടെറിറ്ററിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് മണി വാല്യൂനെ എന്ന് പറയുന്നത് GDP എന്ന് പറയും. GNP എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്ത് ഒരു ഇന്ത്യക്കാരൻ ഓൺ ചെയ്തുകൊണ്ട് പുറത്ത് നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ GNP ആണ്. GDPയിൽ എന്തേ ഉണ്ടാവില്ല, അത് ഉൾക്കൊള്ളില്ല നാഷണൽ ടെറിറ്ററിക്കുള്ളിൽ. എന്താ ഡൊമസ്റ്റിക് ടെറിറ്ററി? ഡൊമസ്റ്റിക് ടെറിറ്ററി നാഷണൽ കൺസെപ്റ്റ് ടെറിറ്ററി ലൈൻ വിത്തിൻ പൊളിറ്റിക്കൽ ഫ്രോണ്ടിയർ ഇൻക്ലൂഡിങ് ടെറിറ്റോറിയൽ വാട്ടർ ഓഫ് എ കൺട്രി ആൻഡ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ ബൗണ്ടറി ഉണ്ടാവും, അതിനകത്ത് പിന്നെ കുറച്ച് വാട്ടർ ബൗണ്ടറി ഉണ്ടാവും. അതുപോലെ തന്നെ ഷിപ്പ് ആൻഡ് എയർക്രാഫ്റ്റ് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ റെസിഡൻസ് ഓഫ് ദ കൺട്രി ബിറ്റ്വീൻ 2 or more കൺട്രി. രണ്ട് രാജ്യത്തിന് ഇടയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഒരു നമ്മുടെ ഇന്ത്യക്കാരൻ്റെ ഷിപ്പോ എയർക്രാഫ്റ്റോ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്ത്യക്കാരന്. അതിൽ നിന്ന് കിട്ടുന്നതും ഡൊമസ്റ്റിക്, ആ ഭാഗത്തെ എന്ത് പറയും, ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് പറയും. അതുപോലെ ഫിഷിംഗ് വെസൽസ്, ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, റിഗ്സ്, ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ റെസിഡൻസ് ഓഫ് ദ കൺട്രി, ഇൻ്റർനാഷണൽ വാട്ടർ ഓർ എൻഗേജ്ഡ് ഇൻ എക്സ്ട്രാക്ഷൻ ഇൻ ഏരിയാസ് ഇൻ വിച്ച് കൺട്രി ഹാസ് എക്സ്ക്ലൂസീവ് റൈറ്റ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. രാജ്യത്തുള്ള ആരെങ്കിലും ഒരു റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ ഫിഷിംഗ് വെസലോ ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, റിഗ്സോ ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം എന്തെങ്കിലും ഓൺ ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഏതിൽ പെടും, നാഷണൽ ബൗണ്ടറിക്ക്. അതേപോലെ ഇന്ത്യയുടെ എംബസീസ്, കോൺസുലേറ്റ്, മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കൺട്രി ലൊക്കേറ്റഡ് അബ്രോഡ്, മറ്റു രാജ്യത്തിൻ്റെ എന്താണ് എംബസി ഉണ്ടാവും, കോൺസുലേറ്റ് ഒക്കെ ഉണ്ടാവും, മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒക്കെ, അതൊക്കെ ഇതിൽ ഉൾപ്പെടും. ദാറ്റ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ നാഷൻ വൈഡർ ദാൻ ഈസ് പൊളിറ്റിക്കൽ ഫ്രോണ്ട്. ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഫ്രോണ്ടിനെക്കാട്ടിലും വൈഡർ ആയിരിക്കും. അടുത്ത GDP ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ GDP ആൻഡ് ആക്ച്വൽ GDP. ഓക്കെ, ഇതിന് നമ്മൾ ഔട്ട്പുട്ട് ഗ്യാപ്പ് എന്ന് പറയും. ആക്ച്വൽ GDP എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ബൈ യൂസിങ് എക്കണോമിക്സ് റിസോഴ്സ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ. ഒരു വർഷത്ത് ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിനെ ടോട്ടൽ വോളിയത്തിന് എന്ന് പറയും ആക്ച്വൽ GDP എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ GDP എന്ന് പറയുമ്പോൾ മെഷർ ദ ടോട്ടൽ വോളിയം ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് എക്കോണമി കുഡ് പ്രൊഡ്യൂസ് ഇഫ് ദ എക്കോണമി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നതിന് എന്ത് പറയുന്നത്, പൊട്ടൻഷ്യൽ GDP എന്ന് പറയുന്നത്. നോമിനൽ GDP ഉണ്ട്, റിയൽ GDP ഉണ്ട്. നോമിനൽ GDP എന്ന് പറയുന്നത് കറൻറ്റ് ഇയർ പ്രൈസിൻ്റെ ബേസിൽ മെഷർ ചെയ്യുന്ന GDP എന്ന് പറയുന്നത് നോമിനൽ GDP എന്ന് പറയുന്നത്. ബേസ് ഇയർ പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മെഷർ ചെയ്യുന്ന GDP എന്ന് റിയൽ GDP എന്ന് പറയും. GDP ഈസ് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് GDP ആണ് റിയൽ GDP എന്ന് പറയുന്നത്. GNPയും GDPയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? GDP is equal to GNP മൈനസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് GNPയിൽ നിന്ന് കുറച്ചതാണ് GDP. എന്താണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാക്ടർ ഇൻകം റിസീവ്ഡ് ഫ്രം അബ്രോഡ് മൈനസ് ഫാക്ടർ ഇൻകം പെയ്ഡ് അബ്രോഡ്. ഒരു രാജ്യത്തെ അബ്രോഡ് എന്ത് ചെയ്യാണ്, മറ്റു രാജ്യത്ത് പോയിട്ട് റിസീവ് ചെയ്യുന്ന ഇൻകവും, അതുപോലെ ഈ രാജ്യത്ത് നിന്ന് നമ്മൾ മറ്റു രാജ്യത്തെ അബ്രോഡിന് നമ്മൾ പെയ്ഡ് ചെയ്യുന്ന ഇൻകവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം. ഒരാൾ ഇവിടുന്ന് അവിടെ പോയിട്ട് മറ്റു രാജ്യത്ത് പോയിട്ട് ഇൻകം ഏൺ ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഒരു അബ്രോഡിന് ഇൻകം കൊടുത്തു, അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് NDP is the money value of all final goods and service produced within the domestic territory of a country after allowance has been made for depreciation. ഓക്കെ, ഡിപ്രീസിയേഷൻ ഒഴിവാക്കിയിട്ടുള്ളതിന് എന്ത് പറയുന്നത് NDP എന്ന് പറയുന്നത് GDP മൈനസ് ഡിപ്രീസിയേഷൻ ആണ്. മാർക്കറ്റ് പ്രൈസ് ആൻഡ് ഫാക്ടർ കോസ്റ്റ്. ദ വാല്യൂഷൻ ഓഫ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഇൻഡിക്കേറ്റ് ടോട്ടൽ എമൗണ്ട് ആക്ച്വലി പെയ്ഡ് ബൈ ഫൈനൽ ബയേഴ്സ്. ഫൈനൽ ബയേഴ്സിന് എത്രയാണ് ആക്ച്വലി പെയ്ഡ് ചെയ്തത്
അതിനെന്ത് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് എന്ന് ദ വാല്യൂഷൻ ഓഫ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് മെഷർ ടോട്ടൽ എമൗണ്ട് ഏൺഡ് ബൈ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ ദെയർ കോൺട്രിബ്യൂഷൻ ടു ദ ഫൈനൽ ഔട്ട്പുട്ട്. ഫൈനൽ ഔട്ട്പുട്ടിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏൺഡ് ചെയ്ത ടോട്ടൽ എമൗണ്ടിനെ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ജി എൻ പി അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈക്വൽ ടു ജി എൻ പി അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. Indirect tax plus subsidy. NNP at factor cost is equal to NNP at market price minus indirect taxes plus subsidies. GDP at factor cost is equal to GDP at market price minus indirect taxes plus subsidies. NDP at factor cost is equal to NDP at market price minus indirect taxes. Net indirect taxes എന്ന് പറയും. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സസ് പ്ലസ് സബ്സിഡി. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് സബ്സിഡിയാണ്. നാഷണൽ ഇൻകം അറ്റ് ഫാക്ടർ കോസ്റ്റ്. NNP at factor cost is equal to NNP at market price in minus ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് ഇൻഡയറക്റ്റ് ടാക്സസ് പ്ലസ് സബ്സിഡി. ഓക്കെ, ദ കൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം ട്രൂലി ഡിനോട്ടഡ് ബൈ NNPയിലാണ് നാഷണൽ ഇൻകം കോൺസെപ്റ്റിൽ. ദസ് നാഷണൽ ഇൻകം അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് NNP at ഫാക്ടർ കോസ്റ്റ്. ഓക്കെ, നാഷണൽ ഇൻകം അറ്റ് കറൻറ്റ് പ്രൈസ്. The value of all final goods and services produced in a country expressed prices prevailing for them in the current year is called national income at current price. കറൻറ്റ് ഇയറിലുള്ള പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നാഷണലിൻ്റെ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്തിട്ട് നമ്മൾ പറയുന്നത് നാഷണൽ ഇൻകം അറ്റ് കറൻറ്റ് പ്രൈസ്, അതിനെ നോമിനൽ ഇൻകം എന്ന് പറയും. ബേസ് ഇയർ പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെങ്കിൽ നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസ്, റിയൽ ഇൻകം എന്ന് നമ്മൾ പറയും. GNP ഡിഫ്ലാറ്റർ, നോമിനൽ GNP ഡിവൈഡഡ് ബൈ റിയൽ GNP ആണ്. പ്രൈവറ്റ് ഇൻകം ഇസ് ടോട്ടൽ ഇൻകം ഏൺഡ് ബൈ ഇൻഡിവിജ്വൽ ആൻഡ് ബിസിനസ് ഇൻ ആൻ എക്കോണമി ബിഫോർ അക്കൗണ്ടിങ് ഫോർ ടാക്സസ് ആൻഡ് സബ്സിഡി. ടാക്സും സബ്സിഡിയും ഒന്നും കൂട്ടാതെ ഒരു ബിസിനസ്സുകാരനോ ഇൻഡിവിജ്വലോ ഏൺ ചെയ്യുന്ന ടോട്ടൽ ഇൻകത്തെ പ്രൈവറ്റ് ഇൻകം എന്ന് പറയുന്നത്. പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് പേഴ്സണൽ ഇൻകം ഈസ് എ ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ ഇൻഡിവിജ്വൽ ആണ്. പ്രൈവറ്റ് ഇൻകം എന്ന് പറയുന്നത് പ്രൈവറ്റ് ഇൻകം ടോട്ടൽ ഇൻകത്തെയാണ് എന്ത് പറയുന്നത് പ്രൈവറ്റ് ഇൻകം. എന്നാൽ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ റിസീവ് ചെയ്യുന്ന ടോട്ടൽ ഇൻകത്തെയാണ് എന്ത് പറയുന്നത് പേഴ്സണൽ ഇൻകം. വേജ്, റെൻ്റൽ ഇൻകം, ഇൻട്രസ്റ്റ്, ട്രാൻസ്ഫർ പേയ്മെൻറ്റ്. ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് പേഴ്സണൽ ഇൻകം മൈനസ് പേഴ്സണൽ ടാക്സസ്. ഒരാളുടെ ഡയറക്റ്റ് ടാക്സ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഡിസ്പോസിബിൾ ഇൻകം. ഈ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ. പെർ ക്യാപിറ്റ ഇൻകം ഈസ് എ മെഷർ ഓഫ് ആവറേജ് ഇൻകം ഏൺഡ് പെർ പേഴ്സൺ ഇൻ എ പർട്ടിക്കുലർ. ഒരു വർഷത്തിൽ ഒരു ആൾ അയാൾക്ക് കിട്ടുന്ന ആവറേജ് ഇൻകത്തെ എന്താ പറയുക പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ടോട്ടൽ ഇൻകം ഡിവൈഡഡ് ബൈ ഈസ് പോപ്പുലേഷൻ. ഓക്കെ, ഇതിൽ നിന്ന് നാഷണൽ ഇൻകം കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.